നമ്മൾ ഈ ഒരു ഇതൊക്കെ ചവിട്ടി മാറ്റി വേണം പോകാനായിട്ട്. ഇതേ കുറച്ച് കണ്ണി മാങ്ങ അച്ചാർ കേട്ടോ. എൻ്റെ ദൈവമേ, ഇത് കണ്ടോ? വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഇൻട്രോ പറയാം. ഫസ്റ്റ് നമുക്ക് വണ്ടി ഇറങ്ങുമോ ഇല്ലയോ നോക്കണം. അടിപൊളി, നല്ല സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇൻക്ലൈൻ ആണ് കേട്ടോ. ഓ പെർഫെക്റ്റ്, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. വണ്ടി ഇറങ്ങി പോന്നിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് ഞാനിവിടെ താഴെ ഇറക്കിയിട്ട് പറയാം. അടിപൊളി. നമുക്കുണ്ടല്ലോ നമ്മുടെ വണ്ടി നേരെ കൊണ്ട് പാർക്ക് ചെയ്യാവേ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവിൻ സിറിയക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടല്ലോ അല്ലേ. നമ്മൾ നമ്മുടെ വണ്ടി ഇവിടെ ഇറക്കി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ആ കാണുന്ന വെള്ളച്ചാട്ടം കണ്ടോ? അവിടെ വെള്ളം ഒഴി വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവിടെ കുറേ വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട്. ഇതിൻ്റെ മേളിലേക്കൊരു റിവറാണ് കേട്ടോ. അങ്ങേയറ്റത്ത് അവിടെ ഒരു ഡാമുണ്ട്. അപ്പോൾ ഈ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന മീനുകൾ മിക്കവാറും ആ ഒരു വാട്ടർ ബോഡിയിൽ കാണും. നമ്മൾ ഇന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോകണം അല്ലേ. ഞങ്ങളെല്ലാം കൂടി ഇന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിനകത്ത് വീഡിയോ എടുക്കുന്നത് ജോബിനും ജിനോചാച്ചനും കൂടിയാണ്. ഫോട്ടോ എടുക്കുന്ന ഫുള്ള് അർജുനാണ് കേട്ടോ. മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് കഴിക്കും എന്നുള്ളത് നിങ്ങൾ കണ്ടറിയണം കേട്ടോ. ഒരു കാര്യം ചെയ്യാം, സാധനം എടുത്തോ. ഓരോരുത്തർക്കും ഓരോ ടാസ്ക്കാണ്. ജെറിങ്കോശി പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മളെല്ലാവരും ഡ്രസ്സ് മാറി കേട്ടോ. കാര്യം എന്താ വെച്ചാൽ നനയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഷൂസൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ എങ്ങാനും മീൻ കിട്ടിയിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി മീനെ പിടിക്കേണ്ട അവസ്ഥ വന്നാലോ. നമ്മളെല്ലാ സാധനം എടുത്തിട്ടുണ്ട്, വണ്ടി ലോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോകാൻ പോകുന്നത് അങ്ങോട്ടേക്കാണ് കേട്ടോ. കുറച്ച് ട്രക്കിംഗ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, പോകുന്ന വഴിക്ക് എന്തൊക്കെ സാധനത്തിനെ കാണാൻ നമുക്ക് നോക്കാം കേട്ടോ. ഞങ്ങൾ കുറേ ആടിനെയൊക്കെ കണ്ടായിരുന്നു. അതല്ലാതെ നമ്മളിവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോഴേക്കും, നമ്മളിവിടുത്തെ കുറച്ച് ആൾക്കാരോട് ചോദിച്ചപ്പോഴേക്കും അങ്ങനെ അപകടമുള്ള സ്ഥലമൊന്നുമല്ല, വേറെ ജീവികളൊന്നുമില്ല. അതുപോലെ വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. വെള്ളത്തിന് താഴ്ചയില്ല, ഒത്തിരി വെള്ളം ഒഴുകി വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി കേട്ടോ. വഴി ഡേഞ്ചറസ് ആയിട്ടുള്ള വഴിയൊന്നുമല്ല. ഇതൊക്കെ കണ്ടോ, ഞങ്ങൾ ഇതിനു വേണ്ടി ഇറങ്ങാൻ വേണ്ടിയാണ് ആക്ച്വലി പ്ലാൻ ചെയ്ത് വന്നത്. ജസ്റ്റ് നോക്കട്ടെ. എൻ്റെ ദൈവമേ, ഇത് കണ്ടോ? ഇവിടെ വഴിയുണ്ട്, ആൾക്കാർ നടക്കുന്ന വഴിയാണേ. ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ മൊത്തം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇനി കുറച്ചിട്ട് എന്നെ കാണണ്ട കേട്ടോ. ഈ നിൽക്കുന്ന പുല്ലിനടയ്ക്കുന്നൊക്കെ ഒത്തിരി പക്ഷികളെ കരയുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. നമ്മൾ ഈ നടക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ മൊത്തം നല്ല താഴ്ചയാണ് കേട്ടോ. നമ്മൾ ഇതിലും വഴി ഇറങ്ങാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പറയാം ഇതിലും വഴി ഇറങ്ങാൻ പറ്റില്ലോ എന്ന്. ഇതിലും വഴി ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങാൻ പറ്റും, നമുക്ക് പറ്റില്ലോ എന്ന് ഇറങ്ങി നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇറങ്ങുന്നതിനുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി അവിടെ വരുന്ന പോയി നോക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ടോ. ഇറങ്ങാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. കയറാനും എളുപ്പം. കാര്യം ഇതുണ്ടോ, ചവിട്ടി കയറാനായിട്ട് ആൾക്കാർ വഴി വെച്ചിട്ടുണ്ട്. ഇതിലും വഴിയാണ് വഴി കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കുവാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ വഴി ഒന്ന് കാണേ. ഇത് കണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഈ ഒരു ഇതൊക്കെ ചവിട്ടി മാറ്റി വേണം പോകാനായിട്ട്. ഇതിലും വഴിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് മേടിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിനി ഉണ്ടല്ലോ കുറച്ച് ട്രക്കിംഗ് ആണ് കേട്ടോ. ട്രക്കിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ട്രക്കിങ്ങിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആർക്കും കാണാത്ത കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒത്തിരി സൂക്ഷിക്കണം. ഇതുണ്ടല്ലോ, പയ്യാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നല്ല റോഡാണ് കേട്ടോ. ഈ സൈഡിൽ കാണുന്ന മൊത്തം ഇല്ലിയാണ് കേട്ടോ. ഓ, ഇതിനിടയ്ക്കൊക്കെ ഒത്തിരി പക്ഷികളൊക്കെ കരയുന്ന കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഭയങ്കര ഒരു വെർജിൻ ബ്യൂട്ടി ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആഹാ, ഇവിടെ ആൾക്കാർ സ്ഥിരം ഇറങ്ങുന്ന അടിപൊളി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ. നമ്മൾ മറ്റേ വഴി പോവായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ എല്ലാവരും വരുന്ന സ്ഥലത്ത് നമ്മൾ ചെന്നേനെ. പക്ഷേ ഈ സ്ഥലത്ത് അധികം ആൾക്കാർ വന്ന് കാണത്തില്ല അല്ലേ ജോനെ? കുറച്ച് പേര് വന്നിട്ടുണ്ട് അല്ലേ? അല്ല, എന്നാലും അത് തന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരവിടെ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്കിന്ന് കഴിക്കാനുള്ള സാധനം ഇവിടുന്ന് ഒപ്പിക്കണം. നമുക്ക് ഞാൻ ഉറപ്പായിട്ടും കിട്ടും. ജോൻ നടന്നോ, ഫ്രണ്ട് നടന്നോ. അപ്പോൾ ജോൻ ഫ്രണ്ട് കിടക്കുവാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാവേ. ഇവിടെ എന്തോ ചിക്കൻ പോലത്തെ എന്തോ സാധനത്തിന് ഇവരിവിടെ വെച്ച് കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലീൻ വാട്ടറാണെന്ന് ചോദിച്ചു തോന്നുന്നത്. ശരിക്കും നമുക്ക് ഇവിടെ നിന്നുണ്ടല്ലോ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ വെള്ളച്ചാട്ടത്തിനോട് വളരെ അടുത്തായി കേട്ടോ. ഇവിടെ വഴിയുണ്ടോ? ഓ മൈ ഗോഡ് ഗൈസ്, ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. ഈ വഴി ആക്ച്വലി നമുക്ക് വരാമായിരുന്നു. നമുക്ക് ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ? ഓ മൈ ഗോഡ്, അടിപൊളി. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിനോട് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് കണ്ടോണേ, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. വെള്ളം ഇറങ്ങിക്കേ, വെള്ളത്തിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് മഴക്കാലത്ത് വരുവാണെങ്കിൽ നല്ലതായിട്ട് വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. ഇത് കണ്ടോ, ഇത് ഫുള്ള് നിറഞ്ഞൊഴുകുമായിരിക്കും. ഇപ്പോൾ എന്താണെങ്കിലും അവിടെ നിന്ന് കുറച്ച് വെള്ളം മാത്രമേ ഇങ്ങോട്ടേക്ക് വീഴുന്നുള്ളൂ. ആ ഒരു വെള്ളം അവിടെ വീണിട്ട് ചെറിയ രീതിയിൽ പടർന്നൊഴുകുന്നതാണ് കേട്ടോ. ഇവിടെ മീൻ കാണാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് സംശയമാണ്. മാക്സിമം ഒരാഴ്ച വെള്ളം അവിടെയൊക്കെ കാണുമായിരിക്കും. നമുക്ക് അങ്ങോട്ടേക്ക് എന്താണെന്ന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചൂണ്ടയൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്കുണ്ടല്ലോ ഞണ്ടുണ്ടോ നോക്കാവേ. എൻ്റെ പൊന്നെ, ഇതിനെ നമ്മൾ എങ്ങനെ കുളിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞണ്ട് പിടിക്കാനാണെങ്കിലും പാടാണ് കേട്ടോ. ഇവിടെ കാസ്റ്റ് ചെയ്യുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഫിഷിങ് അറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഫിഷ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പം തന്നെ മനസ്സിലാവും ഇവിടെ മീൻ കിട്ടാൻ ചാൻസ് ഇല്ലെന്ന്. പക്ഷേ അത് അറിയത്തില്ലാത്തൊരു നമ്മളടുത്ത് ചോദിക്കും, സിമിനെ ചൂണ്ടയായിട്ട് പോയതല്ലേ, ചുമ്മാ ഒന്ന് നോക്കാൻ വയ്യായിരുന്നു എന്ന്. ഇപ്പോൾ ഇവിടെ മീൻ ഉണ്ടെങ്കിൽ തന്നെ, സപ്പോസ് ഇവിടെ മീൻ ഉണ്ടെന്ന് വിചാരിക്കാം, മീൻ ഉണ്ടെങ്കിൽ മീൻ കാണാൻ ഏറ്റവും ചാൻസ് ഉള്ള സ്ഥലമാണ് ആ കാണുന്ന പാറയുടെ അടിവശം കേട്ടോ. അവിടെ ഇല്ലെങ്കിൽ ഇവിടെ വേറെ എങ്ങും മീൻ കാണാൻ ചാൻസ് ഇല്ല. കറക്റ്റ് നമ്മൾ അതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മീനില്ല, മീൻ ഉണ്ടെങ്കിൽ നമുക്ക് ആക്ടിവിറ്റി എന്തെങ്കിലും കണ്ടേനെ. ഇനി നമുക്ക് അറിയേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴേക്ക് ഈ ഡൗൺ സ്ട്രീം എങ്ങനെയാണ് നമുക്കൊരു പിടിയില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ കാസ്റ്റ് ചെയ്തിട്ട് കാര്യം, അവിടെ ഞാൻ അധികം കാസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഇതിലും വഴി അവിടെ കുറച്ച് താഴ്ചയായി കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയാണ് പോകുന്നത് ഇവിടെ വല്ലതും ഞണ്ടുണ്ടോയെന്ന്. വല്ലോ ഞണ്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഒരെണ്ണത്തിനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ചൂടാൻ കേട്ടോ. ഇവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ട് കിട്ടുവാണെങ്കിൽ വലിയ ഞണ്ടായിരിക്കും. നമുക്കൊരു 4 എണ്ണം കിട്ടുവാണെങ്കിൽ നമുക്ക് ശരിക്കും ഒന്ന് ചുട്ട് കഴിഞ്ഞാൽ ഒന്ന് കഴിക്കാൻ മാത്രമാകും. നമ്മളുണ്ടല്ലോ ഇതിനകത്തൂടെ തപ്പുവാണ് കേട്ടോ. ഞണ്ടുണ്ടെങ്കിൽ കാണാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ. നമ്മളിങ്ങനെ തപ്പി പോകുമ്പോഴേക്കും ഇവന്മാരുടെ കാല് മാത്രം പുറത്തേക്ക് കാണും. ഇതിലും വഴി ഫുള്ള് നോക്കി ഏകദേശം അരമണിക്കൂർ ഇതിനകത്ത് ഞണ്ടില്ല കേട്ടോ. അങ്ങനെയുണ്ടല്ലോ നമ്മൾ അവിടുന്ന് കുളിച്ച് നല്ല അടിപൊളിയായിട്ട് ഫ്രഷായി, വളരെ കുറച്ച് വെള്ളമുള്ളായിരുന്നു. നമ്മുടെ തുണിയൊക്കെ അത്യാവശ്യം നമ്മൾ അലക്കിയെടുത്തു. ജോൻ എങ്ങനെ ഉണ്ടായിരുന്നു വൈബ്? അടിപൊളിയല്ലായിരുന്നോ? ശരിക്കും തണുക്കുന്നുണ്ട് കേട്ടോ. ജോബിന് തണുക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ, നമ്മൾ നേരെ നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് ഏകദേശം അവിടെയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മൾ ഇന്നിവിടെ ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. രാത്രിയിലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴേക്കും 12 ഡിഗ്രി ഒക്കെയാണ് കേട്ടോ. നമുക്ക് രാത്രി കഴിക്കാനായിട്ട് ഫുഡൊന്നുമില്ല, നമ്മളിന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ അടുത്തൊരു ഗാവുണ്ട്. ഫുഡ് മേടിക്കുന്നതിന് പറയുന്നുണ്ടല്ലോ, ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം നമുക്ക് മേടിക്കാം. കുറച്ച് ചോറും കുറച്ച് കഞ്ഞിയും ഒരു ഇച്ചിരി അച്ചാളും ഇച്ചിരി ചിക്കൻ ഫ്രൈ ഒരു ഇച്ചിരി പപ്പടമൊക്കെ മേടിക്കാം കേട്ടോ. നമ്മൾ ഇവിടുന്ന് വണ്ടി എങ്ങനെയെങ്കിലും എടുത്ത് മേളിൽ കയറ്റണം ആദ്യമേ. ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പം 15 ഡിഗ്രിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ടെൻറ്റ് വെച്ചിരിക്കുന്ന കാണിച്ചു തരാം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ടെൻറ്റ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ ഈ തറ കണ്ടല്ലോ അല്ലേ, ഇതിൽ ഫുള്ള് ഇതുപോലത്തെ കല്ലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതിനകത്ത് ബെഡ് ഇടാൻ വേണ്ടി പോവാണ്. ബെഡ് ഇടുന്ന അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടെ ഈ ടെൻറ്റിൻ്റെ ഡോറ് കേട്ടോ. അതിന് ശേഷം നമുക്കിത് 2 സൈഡിലേക്ക് മാറ്റിയിടാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ് കേട്ടോ. ഇത് സിംഗിൾ പേഴ്സൺ ബെഡാണ്. നമ്മളിത് പൊട്ടിച്ചിട്ടില്ല, കവർ ഓപ്പൺ ചെയ്തിട്ടില്ല. ഈ ഒരു ബെഡ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഇതാണ് നമ്മൾ ബെഡിന് കാറ്റടിക്കുന്ന സാധനം. ഇനിയിപ്പോൾ ഈ ഒരു പമ്പ് വെച്ച് നമ്മളിങ്ങനെ ചവിട്ടി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ബെഡ് ഒരു 2 മിനിറ്റ് കൊണ്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലാകും കേട്ടോ. തണുത്ത് മരച്ച് 12 ഡിഗ്രിയാണ് കേട്ടോ. പ്രോപ്പറായിട്ടുള്ള സ്വെറ്റേഴ്സോ ജാക്കറ്റോ ഒന്നുമില്ല. വണ്ടിയുടെ എക്സോസ്റ്റിൽ നിന്ന് ചൂട് പിടിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ ബാഗ് എടുക്കും. ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശന്നിരിക്കുന്ന ഏതൊരു മലയാളിക്കും കഴിക്കാൻ പറ്റിയ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. കാണിച്ചു തരാം എന്താണ്. അപ്പോൾ ജോബിന് ജിനോച്ചാച്ചിനുമാണ് ഇന്ന് ഫുഡിൻ്റെ മൊത്തം ഇൻചാർജ് കേട്ടോ. ജോബിൻ ഫ്രൈമാക്സ് എന്തെങ്കിലും കല്യാണം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻഗേജ്മെൻറ്റ് കാര്യങ്ങൾക്ക് ഫുള്ള് ജോബിൻ ഫ്രൈമിക്സിനെ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ നമ്പരും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രൈമിക്സ് വെഡിങ്. നമുക്ക് കുക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കാറ്റടിക്കാൻ സ്ഥലം വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി കിടക്കുന്ന ഈ ഒരു സ്ഥലമാണ് പ്രോപ്പർ അല്ലേ, ഇതാ നല്ല സ്ഥലം. അവിടെ നിന്നാണ് കാറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നതുകൊണ്ട് കാറ്റ് ബ്ലോക്ക് ആയിരിക്കും. ഇതും തുറന്ന് കാണിച്ചു കൊടുത്ത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. നമുക്ക് രാവിലെ കാപ്പി ഇടാനുള്ള സാധനങ്ങൾ, നമ്മുടെ അടുപ്പ്, ഇതെല്ലാം മമ്മി എടുത്തു തന്നതാണ് കേട്ടോ. ഇതിനകത്താണ് നമുക്ക് വേണ്ട എല്ലാ സാധനം, എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മീൻ വറക്കാനുള്ളത്, മുളക് പൊടി ഇതുണ്ടോ, കുരുമുളക് പൊടി, അതുപോലെ തന്നെ അച്ചാർ, നാരങ്ങാച്ചാറൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്. ഇനിയിപ്പം ഇത് ഇവിടെ ചേർത്ത് വെച്ചിട്ട് ഇതൊരു സ്ക്രൂ പോലെയാണ് കേട്ടോ, നമ്മൾ പിരിച്ച് ടൈറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് അരി കഴുകാം അല്ലേ. ജോബിനെ തണുപ്പ് എങ്ങനെയുണ്ട്? നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ ജെറിനാണെങ്കിൽ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് അരി എടുക്കുവാണേ.
അപ്പോൾ ഇങ്ങനത്തെ 3 ഗ്ലാസ്സാണ് നമുക്ക് വേണ്ടേ. അപ്പോൾ 3 ഗ്ലാസ് അരി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം കേട്ടോ. അങ്ങനെ നമ്മൾ അരി 3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തിയായി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വെള്ളം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ അടുപ്പ് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വെക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇതാണെങ്കിൽ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, അടുപ്പിൽ നമ്മൾ അരി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. ശരിക്കും നന്നായിട്ട് വിശക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 11:15 ആകുമ്പോഴേക്കും ഫുഡ് കഴിക്കണം. നമ്മളിനി അടുപ്പ് കത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കഞ്ഞി തിളച്ച് വരാനായിട്ട് ഏകദേശം അരമണിക്കൂർ സമയം എടുക്കും. ഇനിയുണ്ടല്ലോ അന്താക്ഷരി കളിച്ചിരിക്കാം. ഇനി വേറെ കാര്യമുണ്ട്. ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള കറി ഉണ്ടാക്കിയാൽ അടിപൊളി കറികൾ. അതായത് വിശന്നിരിക്കുന്ന ഏതൊരു മലയാളിയും ഈ ഒരു സമയത്ത്, ഇത്രയും വിശപ്പിന്റെ സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അത്രയും നേരം ഞങ്ങൾ ഇവിടെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ അരി തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ ഒരു നിമിഷം ഇവിടെ നിൽക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ വേറെ എന്ത് ചെയ്താലും ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടണമെങ്കിൽ നമ്മളെല്ലാവരും റിസ്ക് എടുക്കണം. ഞാൻ പറയാം, ജോബിൻ ഒരു കമ്പനി നടത്തുന്ന ആളാണ്, അർജുൻ ഈ പറഞ്ഞ ഒരു കമ്പനി നടത്തുന്ന ആളാണ്, ജെറിൻ്റെ ബിസിനസ് ചെയ്യുന്നു, ജിനോചാസിൻ്റെ ജോലി ചെയ്യുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും വേണമെങ്കിൽ മടി പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം. പ്രത്യേകിച്ച് ഒരു മാറ്റവും വരത്തില്ല. പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒന്ന് വിചാരിക്കുവാണ്, എനിക്ക് ഇന്ന ഒരാഗ്രഹമുണ്ട്, എനിക്ക് ഇന്ന ഒരു ഡ്രീമുണ്ട്, എനിക്കത് ചെയ്യണം നമ്മൾ വിചാരിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് നാളുകൾ ഏറ്റവും ഭംഗിയുള്ളതാക്കി മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. കഞ്ഞി തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ചോറ് ആയിട്ടുണ്ട്. ജോലി പൊക്കി കാണിച്ചടാ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചോറ് വിളമ്പിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോറ് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ കുടിക്കാനായിട്ട്. ഇനി നമ്മൾ ചോറ് വിളമ്പാൻ വേണ്ടി പോവാണ്. ആദ്യമേ നമ്മളാണെങ്കിൽ കഞ്ഞിക്കകത്തുണ്ടല്ലോ കുറച്ച് ഉപ്പിടാൻ വേണ്ടി പോവാണേ കേട്ടോ. നമ്മൾ കറക്റ്റ് ഇത്രയും ചോറുള്ളതുകൊണ്ട് ഇത്ര ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചൂട് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ദേഹം ഒന്ന് ചൂടാകും കേട്ടോ. അതിന് ശേഷം ഇനി കറികൾ ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ കറികൾ വിളമ്പിക്കാന്ന് വെച്ചാൽ കറികൾ ഇഷ്ടം പോലെയാണ് കേട്ടോ. എടാ 5 പേര് പ്ലേറ്റ് പിടിച്ചാ. അർജുൻ തോമസ് എല്ലാവർക്കും എടുത്തേ. നമ്മളുണ്ടല്ലോ വിളമ്പാൻ പോകുന്ന കറികൾ കാണിച്ചു തരാം കേട്ടോ. കറികൾ എടുത്തേ. ഇതിൻ്റെ അകത്തേക്കുണ്ടല്ലോ കുറച്ച് കണ്ണി മാങ്ങ അച്ചാർ കേട്ടോ. എല്ലാവർക്കും ഒരു കണ്ണി മാങ്ങയും ഇതും വെച്ച് എന്നിട്ട് അതിൻ്റെ ചാറങ്ങ് കോരിയും ഒഴിച്ച് ഫുള്ളൊന്ന് ഇച്ചിരി വെച്ചോ. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ അത് ദിനവാച്ചനുള്ളതാന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരിച്ച് ചമ്മന്തിപ്പൊടി, ആ പ്ലേറ്റ് ചെറുങ്ങനെ അതെടുത്തെന്നൊക്കെയാണ് പറയുന്നത്. ഇതിന് കുറച്ച് ചമ്മന്തിപ്പൊടി. ഇതിൽ കൂടുതൽ കറികൾ ആർക്കെങ്കിലും വേണോ? അല്ലേ? ഈ മാങ്ങാച്ചാർ നന്നായിട്ട് അങ്ങ് കുഴച്ചിട്ട് ഇത് കണ്ടോ, ഈ ചമ്മന്തിപ്പൊടി അങ്ങ് എടുത്ത് കുഴച്ചിട്ട് നന്നായിട്ട് ഊതണം കേട്ടോ. നല്ല ചൂട് കഞ്ഞിയാണ്. ഓക്കെ, ജെറിങ്കോശി ചോദിച്ചോണ്ട് മാത്രം. എങ്ങനെയുണ്ട്? വിശക്കുന്നുണ്ടോ? ജെറിൻ എല്ലാവരും കഴിച്ചു വാ. എല്ലാവരും എടുത്തോ. എല്ലാവരും ഓരോ സ്പൂൺ എടുത്തോ. ഞാൻ എടുത്തരാം. ആഹാ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. വേറെ കറിയൊന്നുമില്ല, വെറും ചോറും ഉപ്പും അച്ചാറും ചമ്മന്തിപ്പൊടിയും. അപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതിന് ശേഷം ഇവിടെ നമ്മൾ പോകുന്നത് നാഗാലാൻഡിലേക്കാണ്. അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇസ്മി സെബിൻ സിറിയക്, ജിനോ സിറിയക്, അർജുൻ തോമസ്, ജോബിൻ ഫ്രൈമക്സ് ആൻഡ് ജെറിൻ കോശി. നമ്മൾ കാണുന്ന വെള്ളച്ചാട്ടം അതാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമുക്ക് കുറച്ച് ഒന്ന് എടുത്തോ. വളരെ സിമ്പിൾ ഉണ്ടല്ലോ. ഇതൊക്കെ നിസ്സാരല്ലേ. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാകുന്ന വരെ അല്ല, ഇനിയിപ്പോൾ ഉണ്ടല്ലോ അത്രയും നേരം ഞങ്ങൾ ചുമ്മാ ഇവിടെ അന്താരാഷ്ട്രീയ കളിച്ചിരി. അപ്പോൾ അത്രയും നേരം നമുക്ക് ഈ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലേ. നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിൽ ഒത്തിരി പ്ലാസ്റ്റിക് കുപ്പിയും ബോട്ടിൽസും ഒക്കെ കാണുമായിരിക്കും. ഒരു സാധനം പോലും നമ്മൾ ഇട്ടിട്ട് പോകല്ലേ. ഒരു സാധനം പോലും നമ്മൾ ഇട്ടിട്ട് പോകരുത്.
എല്ലാം നമ്മൾ കൊണ്ടുപോകണം കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടല്ലോ ലാസ്റ്റത്തെ വീഡിയോയ്ക്ക് അത് ഒത്തിരി കമൻറ്റ് വന്നായിരുന്നു. ഈ പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് മമ്മി പറഞ്ഞുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയത്. മമ്മി ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിചയമില്ലാത്ത ഡീപ്പായിട്ടുള്ള താഴ്ചയുള്ള അപകടം ഉള്ള ഒരു വെള്ളത്തിൽ ഇറങ്ങുന്നതാണ്. അതൊരിക്കലും നമ്മൾ ഇറങ്ങത്തില്ല കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇനി ചൂണ്ട വാ. നമ്മളുണ്ടല്ലോ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ഒരു KL രജിസ്ട്രേഷൻ വണ്ടി കണ്ടായിരുന്നു. പക്ഷേ അതിന് ഉടമസ്ഥരെ കണ്ടില്ല. എന്താണ് ഉടമസ്ഥർ നമ്മുടെ വണ്ടി കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ നോക്കിയായിരുന്നു, പക്ഷേ ഞങ്ങളോട് പിന്നെ ഇപ്പം നിങ്ങൾ താഴേക്ക് ഇറങ്ങി പോയതായിരിക്കും. ഞാൻ വരുന്നത് കണ്ടായിരുന്നു. പേരെന്താ? വൈശാഖും ബസന്തും. ഇവർ രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആണ് കേട്ടോ. ഇവർ യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് 80ാമത്തെ ദിവസമാണല്ലേ. അടിപൊളി. ട്രിവാൻഡ്രത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. ശരി, അപ്പോൾ കാണാം. ശരി കേട്ടോ. നമ്മൾ ചോറെടുത്ത് തീരുവാണ് കേട്ടോ. മമ്മിയോട് വിളിച്ച് ചോദിച്ചു എന്തോരം ചോറ് വേണമെന്ന്. 5 പേർക്ക് 3 ഗ്ലാസ് അരി എന്ന് പറഞ്ഞു. കൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലടാ, കറക്റ്റ് കൃത്യമാണ് കേട്ടോ. മമ്മി താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ നമ്മൾ എടുത്ത് പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിച്ചൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന്. എനിക്കും എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇനി ഒരു യാത്ര പോകണമെന്ന്. അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു റൈറ്റ് ടൈം, ഒരു കറക്റ്റ് സമയത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഒരു റൈറ്റ് ടൈം നമ്മുടെ ജീവിതത്തിലില്ല കേട്ടോ. നമുക്കൊരു ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നാണോ ആ ആഗ്രഹം ഉണ്ടായത്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ അത് ചെയ്യാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയത്, ആ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ റൈറ്റ് ടൈം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് അതിനൊരു പെർഫെക്റ്റ് ടൈം നോക്കിയിരിക്കുവാണെങ്കിൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് കടന്നു വരത്തില്ല. കാര്യം നമ്മൾ തന്നെ ആ ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ബാക്കിയായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് നമ്മുടെ ഈ ഒരു കുഞ്ഞു ജീവിതത്തിൽ നമുക്ക് കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ട് ആരും വെയിറ്റ് ചെയ്യില്ല കേട്ടോ.